അറൗണ്ട് 2 months എടുത്ത് ചെയ്ത ഒരു പ്രൊജക്റ്റ് പെർപ്ലെക്സിറ്റി യൂസ് ചെയ്തിട്ട് വിത്തിൻ 20 minutes ആണ് എനിക്ക് 10 page ഞാൻ എന്നിട്ട് എൻ്റെ പ്രൊജക്റ്റ് ഞാൻ എടുത്തു നോക്കി. ആ സെയിം തന്നെയാണ് എനിക്ക് വന്നത്. ഞാൻ ഷോക്കായി പോയി. ടീച്ചേഴ്സിൻ്റെ ഒരു ലൈഫിൽ ആക്ച്വലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദി AI ടൂൾസ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം. ക്യാൻവയിലൊക്കെ അവരോരോന്നും ചെയ്യുമ്പോൾ ഞാൻ ആ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ്. ബട്ട് നൗ ഇപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ AI for Teachers കോഴ്സിൻ്റെ 4th ബാച്ചിലുള്ള ഒരു സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞുകൂടാ, ആള് UAE അബുദാബിയിലെ ഒരു സ്കൂളിലെ ടീച്ചറാണ്. ഷിംസി ഷാനിം എന്നാണ് പേര്. ഷിംസിയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷിംസി തന്നെ പറയും എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഞാനത് 1 year ആയി ഞാൻ കിഡ്സ് ഓണിൽ ജോയിൻ ചെയ്തിട്ട്. കിഡ്സ് ഓൺ അബുദാബി മുസഫയിലാണ് സ്കൂൾ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് AI ടൂൾസിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബേസിക് ആയിട്ട് ഒരു നോളേജും ഉണ്ടായിരുന്നില്ല. അതേപോലെ ഞങ്ങളൊരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും, ഞങ്ങൾ ജസ്റ്റ് ക്ലാസ് എടുക്കും, പിന്നെ PPT അങ്ങനെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ AI കോഴ്സ് ചെയ്തതിന് ശേഷം മാഷാഅല്ലാഹ് എനിക്ക് എൻ്റെ കരിയറിൽ തന്നെ എനിക്ക് വലിയൊരു ചേഞ്ചാണ് ഉണ്ടായത്. കാരണം ഇപ്പോൾ ലെസൺ പ്ലാൻ മാത്രമല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് അവർക്ക് വേറെയും പ്രസൻറ്റേഷൻ വീഡിയോ ക്ലിപ്സ് ആയിട്ടും ഇപ്പോൾ ക്യാൻവ ഒക്കെ യൂസ് ചെയ്തിട്ട് പല ഫോട്ടോസ് ആണെങ്കിലും ഇപ്പോൾ ഈവൺ ഒരു ഡൈജഷൻ ഞാൻ സയൻസാണ് എടുക്കുന്നത്. ഈവൻ ഡൈജഷനെ പറ്റിയിട്ട് ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഡൈജഷൻ്റെ പ്രോസസ്സ് ഇപ്പോൾ ബോർഡിൽ നമ്മൾ എഴുതി ഡയഗ്രാം വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട്. അങ്ങനെയൊക്കെ ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടെ വിഷ്വലൈസ് ചെയ്തിട്ട് അവർ ഒന്നും കൂടെ ക്യാച്ച് ചെയ്യാൻ അവർക്ക് പറ്റും. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ടീച്ചിങ് ഫീൽഡിൽ മൊത്തം. പിന്നെ ഒരുപാട് ടൂൾസിനെ പറ്റിയിട്ട് അറിയാൻ പറ്റി. ഈ ഒരു ChatGPT മാത്രമാണ് എനിക്ക് ബേസിക്കായിട്ട് അറിയുള്ളായിരുന്നു. ഇപ്പോൾ ഈ കോഴ്സ് ചെയ്തതിന് ശേഷം ഒരുപാട് ടൂൾസിനെ പറ്റിയിട്ട് എനിക്ക് അറിയാൻ പറ്റി. ഇപ്പോൾ മിനി പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു ലൈഫിനൊരു വീഡിയോ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അത് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് BEdൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ടീച്ചർ 1-2 ടീച്ചേഴ്സ് ഉണ്ട്. ഒരു ചെറിയ റൂമാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോൻ്റെ ഏകദേശം ഒരു പകുതി വരുന്ന ഒരു ചെറിയ റൂം. ആ റൂമിനകത്ത് നിറയെ ഒരുപാട് ചാർട്ടുകളുണ്ട്, ഒരുപാട് ഷേപ്സുകളുണ്ട്. ഇതൊക്കെ ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ ആലോചിച്ച് ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് ചിന്തിച്ച് നല്ല ഒരു ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു സംഗതി ആയിരിക്കും. ഓക്കെ, ഈ ഷേപ്സുകളായിക്കോട്ടെ, ചാർട്ടുകളായിക്കോട്ടെ, ഒരുപാട് ഡ്രോയിങ്സുകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഏരിയാസുകളിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളൊരു സാധനമുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, എന്തോ എഴുതാൻ പെൻഡിങ്ങുള്ള എന്തോ സാധനം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം ലൈക്ക് ടീച്ചേഴ്സിൻ്റെ ഒരു ലൈഫിൽ ആക്ച്വലി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടികളെ പഠിപ്പിക്കാൻ. ഇതവർ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിങ് പീരീഡിൽ ചിലപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ BEd പഠിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസുകളായിരിക്കും. അപ്പാർട്ട് ഫ്രം ദി AI ടൂൾസ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ ഇതിനെ കയറിയതിൻ്റെ ശേഷമാണ് ഒരുപാട് ടൂൾസുകൾ അറിഞ്ഞതെന്ന്. അതിന് മുമ്പുണ്ടായിരുന്ന നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു സയൻസ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, അപ്പോൾ സയൻസിൽ ഒരുപാട് ഡയഗ്രാംസും ഇതുപോലെ ഓരോ സിസ്റ്റംസ്, ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ടി വരും. പിന്നെ ഡയഗ്രാംസ് ചാർട്ട് മേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ കൂടുതലും ബോർഡിൽ വരയ്ക്കും, അല്ലെങ്കിൽ ചാർട്ടിൽ അങ്ങനെ വരയ്ക്കും. അപ്പോൾ ഒരുപാട് നമുക്ക് ടൈം അവിടെ ലോസ് ആവുക തന്നെയാണ്. നമുക്ക് സ്കൂളിൽ വൈറ്റ് ബോർഡ് ആൻഡ് മാർക്കർ യൂസ് ചെയ്തിട്ട് വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു 45 minutes ആണ് നമുക്കൊരു പീരീഡ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം അത്രയും ടൈം നമ്മൾ അവിടെ പോയി. ഇനിയിപ്പോൾ വീട്ടിൽ നിന്നും പ്രിപ്പയർഡ് ആവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഫാമിലി ടൈമിൻ്റെ ആ ഒരു ടൈമാണ് അവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ നമ്മളുടെ ഒരു ഫാമിലി ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ഇത് പ്രിപ്പയർ ആവുകയാണെങ്കിൽ നമ്മൾ അത്രയും ടൈം അവിടെ ലോസാണ്. ഇപ്പോൾ AI ടൂൾ യൂസ് ചെയ്തതിന് അതിനെ പറ്റി അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ബോർഡ് അങ്ങനെ വരയ്ക്കാറില്ല.
നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ക്യാൻവയിലാണെങ്കിലും ഏത് ടൂള് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഓരോ ടൂളിനെ പറ്റി അറിയുമ്പോൾ നമ്മൾ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്താണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ക്ലാസ്സിൽ കാണിക്കും കുട്ടികൾക്ക്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ ടൈം ഒരുപാട് എനിക്കവിടെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്രയും ടൈം ലോസ് ആണ്. പിന്നെ ഇപ്പോൾ ഞാൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്സിൻ്റെ വർക്കിലാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് വർക്ക് അവിടെ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ടേം കഴിഞ്ഞു. ഫസ്റ്റ് ടേം എക്സാമിന് ഞാൻ ഇതുപോലെ AI ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വർക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. കാരണം എനിക്ക് ഓരോ ടോപ്പിക്ക് വേണമായിരുന്നു. അപ്പം എൻ്റെ ഒരു ഐഡിയാസ് എന്താണെന്നുള്ളത് ഞാനവിടെ പ്രോംപ്റ്റ് കൊടുക്കും. എൻ്റെ ആ ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ ഞാൻ ഓരോ ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആർട്സ് ആൻഡ് ക്രാഫ്റ്റിനും എനിക്കത് വളരെ യൂസ്ഫുൾ തന്നെയായിരുന്നു. വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതിനെ പ്രോംപ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണോ? വരയ്ക്കാനല്ല, എന്താണ് അവർക്ക് എക്സാമിന് എന്ത് ടോപ്പിക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ആർട്സ് ആൻഡ് ക്രാഫ്റ്റിന് അവർക്കൊരു ബുക്ക് ഉണ്ട്. ഓരോ ഗ്രേഡ് 1 to 5 വരെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട്. അവർക്ക് അത് ആ ഒരു ബുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഓരോ എക്സാമിനും നമ്മൾ അവർക്ക് ഒരു വർക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് നമ്മളൊരു വർക്ക് കൊടുക്കണതിനനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റി. ഈ ഒരു ഫസ്റ്റ് ടേം എക്സാമിന് ഓരോ വർക്കും ഇപ്പോൾ ഗ്രേഡ് 1 to 5 വരെ ഓരോ ക്ലാസ്സിനും എനിക്ക് എൻ്റെ ഒരു ഐഡിയ ഞാൻ പ്രസന്റ് ചെയ്തു, പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. ഐഡിയൽ ആയിട്ട് ഞാൻ എടുത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. കാരണം ഇത് എനിക്കൊന്നും കൂടെ പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കൊന്നും കൂടെ പുതിയ അതെ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലേ മോഡലോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഞാൻ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇതൊന്നും കൂടെ യൂസ്ഫുൾ ആയി, എനിക്കൊന്നും കൂടെ പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഈ ഒരു ഫസ്റ്റ് ടേമിന് എനിക്ക് ഇതൊന്നും കൂടെ അറിഞ്ഞതിന് ശേഷം. നിങ്ങൾ പറഞ്ഞു മറ്റേ ഫാമിലി ടൈമിന്റെ ഒരു കാര്യം പറഞ്ഞു, അതായത് വീട്ടിലേക്ക് ഈ വർക്കുകൾ ചാർട്ടുകൾ വരക്കുന്നതിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ അധികം ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു സംഗതിയാണ് അവരുടെ മീ ടൈം അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി ടൈം അവരുടെ ഇഷ്ടപ്പെട്ടവരോട് കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കുറച്ച് മൊമെന്റ്സ് അത് പലപ്പോഴും ലൈക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എനിക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വർക്കുകൾ ഓരോ കാര്യങ്ങളും നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് ചെയ്യുന്നതിന് നമുക്ക് ഫ്രീ പീരീഡ് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ചെയ്യുന്നത്. ബാക്കി നമ്മൾ വർക്ക് നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. കാരണം നമ്മളെ വർക്ക് അവിടെ പെൻഡിങ് ആവാൻ പറ്റില്ലല്ലോ. പലപ്പോഴും പൊതുവെ പറയാറുണ്ട് ടീച്ചർമാരുടെ ജോബ് ഭയങ്കര ഈസിയാണെന്ന്. അല്ല, ഒരിക്കലും അല്ല. അത് പൊതുവെ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അല്ല, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികളെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യും മാക്സിമം നമ്മൾ വർക്ക് സ്കൂളിൽ നിന്ന് തന്നെ അങ്ങോട്ട് ചെയ്യാൻ നോക്കും. അത് നല്ലൊരു ഇതാണ്. നമുക്ക് എന്തായാലും വീട്ടിൽ നിന്നുണ്ട്. പക്ഷേ ഈ AI ടൂൾ യൂസ് ചെയ്തതിന് ശേഷം എനിക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ടൈം അങ്ങനെ പോവുമായിരുന്നു. ഇപ്പോൾ ഈവൻ കുട്ടികളെ ഇപ്പോൾ ഒന്ന് പുറത്ത് പോവുകയാണെങ്കിൽ പോലും എൻ്റെ വർക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ചാർട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഫ്ലോ ചാർട്ട് മേക്ക് ചെയ്യണമെങ്കിലൊക്കെ അതവിടെ ഒരുപാട് ടൈം വേസ്റ്റ് ആവുമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെ. ഇപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു 1 year ആയി ഒരു ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ലൈക്ക് നിങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടോ? നിങ്ങളുടെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടോ? B.Ed എല്ലാം കഴിഞ്ഞ. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റിൻ്റെ ഒരു കുറവുണ്ടായിരുന്നോ ആദ്യം? ലൈക്ക് കമ്പയർ ടു ലൈക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞു ഒരു ഐഡിയൽ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാനും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ടൂൾസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലൈക്ക് ഈ ഒരു ടീച്ചേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സെൽഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ സംതിങ് ബെറ്റർ എന്നുള്ളത് ഫീൽ ചെയ്തിട്ടുണ്ടോ ബൈ യൂസിങ് AI ടൂൾസ്? തീർച്ചയായും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ടെക്നോളജി എനിക്ക് പൊതുവേ അറിവ് കുറവാണ്. ഞാൻ അങ്ങനെ ഒരു ആപ്പ് അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ChatGPT ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റിയും എനിക്ക് വലിയ അറിവ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ക്യാൻവയിലൊക്കെ അവരോരോന്നും ചെയ്യുമ്പോൾ ഞാൻ ആ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ളത് എനിക്ക് അറിയില്ല. ആ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തത്. ബട്ട് നൗ ഇപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ ടൂൾസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അവരും ഐ ഫീൽ വെരി ഹാപ്പി. കാരണം എനിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ലോ എന്താണെന്നുള്ളത്. കാരണം എനിക്കിതിൽ വരുമ്പോൾ എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഞാൻ 0 ആയിരുന്നു എന്ന് തന്നെ പറയാം. ബട്ട് നൗ മാഷാല്ലാ എനിക്കിപ്പോൾ ഒരുവിധമൊക്കെ അറിയാം എന്താണ് ഏതാണെന്നുള്ളതൊക്കെ. പിന്നെ ഷിംസി പ്രൊജക്ട്സ് ചെയ്ത സമയത്തൊക്കെ നമ്മൾ ലൈക്ക് ഒരുപാട് വാട്സാപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് പ്രൊജക്ട്സിനെ പറ്റിയിട്ട് ഒന്നുകൂടെ പറയാനുണ്ട്, ഒന്ന് ഡീറ്റെയിൽ. പ്രൊജക്റ്റിനെ എൻ്റെ റിയൽ ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ BSc MLT ആണ് കഴിഞ്ഞത്. ഞാൻ ഈ ടീച്ചിങ് ഫീൽഡല്ല, ഞാൻ ആസ്റ്റർ മിംസിൽ BSc MLT ആണ് കംപ്ലീറ്റ് ചെയ്തത്.
പിന്നെ ഞാൻ ഇതിൽ ഈ ഒരു ഫീൽഡിലേക്ക് ചൂസ് ചെയ്യായിരുന്നു, ഈ ഒരു ഫീൽഡ്. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ഞാൻ ചെയ്തത് ഡസ് ഹൈപ്പോതൈറോയിഡിസം കോസ് മിസ്കാരിയേജ് എന്നുള്ളതായിരുന്നു. അന്ന് ഈ AI ടൂളും ഞാൻ 2013 to 17 ബാച്ച് ആയിരുന്നു. അന്ന് ഈ AI ടൂളിനെ പറ്റി എനിക്കറിവില്ല, അന്ന് ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. ഞാൻ അന്ന് എൻ്റെ പ്രൊജക്റ്റ് അറൗണ്ട് 2 months എടുത്തിട്ട് ഞാൻ അവിടുത്തെ അക്കാദമി ലൈബ്രറി ചെന്നിട്ട് ഓരോ ബുക്സും റെഫർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് മിനി പ്രൊജക്റ്റ് 3, അതിൽ എനിക്ക് തോന്നുന്നു ഒരു കോഴ്സിൽ AI കോഴ്സിൽ പ്രൊജക്റ്റ് 3 ഒരു റിസർച്ച് 10 പേജിന്റെ റിസർച്ച് ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ടോപ്പിക്കാണ് എടുക്കാന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ ടോപ്പിക് തന്നെ ഓർമ്മ വന്നത്. ഞാൻ ഒരു അറൗണ്ട് 2 months എടുത്ത് ചെയ്ത ഒരു പ്രൊജക്റ്റ് പെർപ്ലെക്സിറ്റി യൂസ് ചെയ്തിട്ട് വിത്തിൻ 20 minutes ആണ് എനിക്ക് 10 പേജ് അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു പ്രോംപ്റ്റ്, ഞാൻ ചെയ്ത ആ ഒരു സ്റ്റെപ്സ് ഒക്കെ ഞാൻ പ്രോംപ്റ്റിൽ കൊടുത്തു. ഞാൻ എന്നിട്ട് എൻ്റെ പ്രൊജക്റ്റ് ഞാൻ എടുത്തു നോക്കി, ആ സെയിം തന്നെയാണ് എനിക്ക് വന്നത്. അപ്പം തന്നെ നമുക്ക് ആലോചിച്ചൂടെ എത്രയും ടൈം അവിടെ അറൗണ്ട് 2 months എടുത്ത പ്രൊജക്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഷോക്കായി പോയി. കാരണം എന്നിട്ട് എനിക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് എടുത്ത് നോക്കി, സെയിം ഏകദേശം കണ്ടന്റ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് എൻ്റെ റിയൽ ലൈഫായിട്ട് എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ ആ ഒരു ഇതാണ്. എൻ്റെ ഇപ്പോൾ ഫൈനൽ പ്രൊജക്റ്റിലും ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായി. പിന്നെ ഇപ്പോൾ പെർപ്ലെക്സിറ്റിനൊക്കെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേവറേറ്റ് ടൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരുപാട് ടൂൾസുകൾ പഠിച്ചു, ഒരു ഫേവറേറ്റ് ടൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാൻ പറ്റുക? അങ്ങനെ ഫേവറേറ്റ് ടൂള് എനിക്ക് ഫീൽ ചെയ്തത് ഓരോ ഇതിനും ഓരോ ടൂളാണ്. അപ്പോൾ ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ChatGPT കോമൺ ആയിട്ട് ഇപ്പോൾ അത് മാത്രം എനിക്കറിയാം. ഇപ്പോൾ ഡീപ് സീക്ക് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ എന്തെങ്കിലും പ്രസൻറ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ക്യാൻവ യൂസ് ചെയ്യും. ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും റിസർച്ച് ഒന്ന് ഡീപ്പായിട്ട് നമുക്കറിയാം, പെർപ്ലെക്സിറ്റി നോട്ട്ബുക്ക് എല്ലാം അതൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ വോയിസ് ആയിട്ടാണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് എല്ലാം ഓരോ പർപ്പസിനനുസരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യും. ടീച്ചേഴ്സിന് ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഒരു ടൂള് എന്ന് പറയാൻ പറ്റില്ല. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൂൾ. എജുവേഡ് ആണെങ്കിൽ ക്വിസിനൊക്കെ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സർപ്രൈസ് ടെസ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യമൊക്കെ അതിനനുസരിച്ച് ഓരോ MCQs ഒക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഞാൻ എടുക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ എജുവേഡൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഒരു സർപ്രൈസ് ടെസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ടൂള്, ഒരു ദിസ് ഈസ് ദ ബെസ്റ്റ് ടൂൾ ഫോർ ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഏരിയാസ് കവർ ചെയ്യാൻ ഓരോന്നിനും ഓരോ ടൂൾ അങ്ങനെയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു ക്ലാസ് റൂമിൽ ഒരു ആഹാ മൊമെന്റ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ? അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി ഇപ്പം നോർമൽ നിങ്ങളുടെ ഒരു ടീച്ചിങ് പാറ്റേണിൽ നിന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ചില കോണ്ടന്റുകൾക്കൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും പെർട്ടിക്കുലർലി സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നോ, ചെറിയ കുട്ടികളാണെന്ന് അറിയാം, പക്ഷെ എന്നിരുന്നാലും അവരുടെ ഒരു എൻഗേജ്മെന്റിന് എന്തെങ്കിലും ചേഞ്ചസുകൾ കാര്യങ്ങൾ അവര് ഒന്നും കൂടെ ക്ലാസ് അവർക്ക് ഒന്നും കൂടെ എന്താ പറയാ, സാധാരണ ഇപ്പൊ നമ്മൾ ടീച്ചർ ഫ്രണ്ടിൽ നിന്ന് ക്ലാസ് എടുക്കുക, അവരത് ലിസൺ ചെയ്യുക, അങ്ങനെ ഒക്കെ അല്ലേ. ഇതൊന്നും കൂടെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവരൊന്നും കൂടെ ഇരിക്കും, അവർക്കൊന്നും കൂടെ എൻജോയ് ചെയ്യാം, അവർക്കൊരു മടുപ്പ് തോന്നില്ല. ഇപ്പൊ നമ്മൾ ഈ വൈറ്റ് ബോർഡും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കും മാത്രം യൂസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നേക്കാൾ ഒരുപാട് ഡിഫറെൻ്റ് ആണ് നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസും ഫ്ലാഷ് കാർഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് യൂസ്ഫുൾ ആണ്. അവർക്കൊന്നും കൂടെ ഇഷ്ടം തോന്നും നമ്മളെ ക്ലാസ്സിൽ ഇരിക്കാനും, അവർക്കൊരു ബോറിങ് ഉണ്ടാവില്ല. ഇപ്പോൾ ചില കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് സ്റ്റുഡൻസും ഉണ്ടാവും, അവരൊന്നും നമുക്ക് പിടിച്ചിരുത്താൻ എളുപ്പമല്ല. കാരണം ജസ്റ്റ് ഒരു നമ്മളിങ്ങനെ സംസാരത്തിലൂടെ അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഒന്നും കൂടെ ക്യാച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആണ്. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ അപ്പാർട്ട് ഫ്രം നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞു, അതല്ലാതെ നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ടൂളുകൾ ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള ടൂളുകൾ ഇത് ടീച്ചേഴ്സിന് മാത്രം പറ്റിയിട്ടുള്ള ടൂളുകൾ അല്ല. നമ്മൾ എന്തെങ്കിലും കുക്കിങ്ങിന്റെ റെസിപ്പീസും ഞാൻ ചോദിക്കാറുണ്ട്. ChatGPTന്റെ അടുത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും കുക്കിംഗ് റെസിപ്പീസ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ട്, ആള് ഇടയ്ക്ക് മന്തി ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പൊ ഞങ്ങളിത് എവിടുന്ന റെസിപ്പി? ChatGPT റെസിപ്പിയാണെന്ന് പറയും. അപ്പൊ അങ്ങനെയും ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് പേഴ്സണൽ ലൈഫിൽ അതെ. ഇപ്പൊ ഈ ലെസൺ പ്ലാനും ഇത് കണ്ടന്റ് അത് മാത്രമല്ല, നമ്മളും ഇതുപോലെ ഓരോന്നും നോക്കാറുണ്ട്.
പിന്നെ ലാസ്റ്റ്ലി നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന് നമുക്ക് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് ലൈക്ക് എന്താണ് ഈ വരുന്ന കാല കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിൽ പോകണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളോ എനിക്ക് കൊടുക്കാനാണ്? എനിക്ക് എന്നെ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. കാരണം ഞാൻ സ്റ്റക്ക് ഔൺ ചെയ്തതെന്ന് ഞാൻ ആ ഒരു സ്റ്റാൻഡിൽ തന്നെയായിരുന്നു ഞാൻ നിന്നത്. കാരണം ടെക്നോളജി ആയിട്ട് അധികം അറിവില്ല. പിന്നെ ഈ AI ടൂൾസും ഞാൻ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാനും ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്യും, ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. പക്ഷേ എനിക്ക് ഈ കോഴ്സ് ഇതിനെ അറിയുന്നതിന് മുന്നേ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് കഴിയും എന്തിനാണ് എന്നുള്ളൊരു ഇത്, വെറുതെ ആവുമോ എന്നുള്ളൊക്കെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ബട്ട് ഞാനിത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. എല്ലാ ടീച്ചേഴ്സിനും ഇത് ഒരുപാട് നമ്മൾ വെറുതെ ആയിരിക്കില്ല, നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ എന്തായാലും വെറുതെ ആവില്ല. കാരണം നമുക്ക് ഓരോ ഇതിനും നമുക്കത് യൂസ്ഫുൾ ആണ്. ഓരോ ലെസൺ പ്ലാൻ ആണെങ്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ, ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ എന്താണ്, പിന്നെ അവർ ChatGPT ഇപ്പോൾ ഏതാണെങ്കിലും AI ടൂൾ തരുന്നത് അങ്ങനെ തന്നെ നമ്മൾ എടുക്കാണ്ട് നമ്മളേതായിട്ടുള്ള ഐഡിയാസ് നമ്മളതിൽ കൊടുക്കണം. അതും ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോംപ്റ്റിംഗ് അതിൽ നമുക്കുണ്ട്, അതിലറിയാം ഓരോ അതിൽ നിന്ന് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒക്കെ. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സജഷൻ പറഞ്ഞാൽ ടീച്ചേഴ്സ് എല്ലാവരും പഴയ കാലഘട്ടം അവിടെ തന്നെ നിൽക്കാണ്ട് ഇതും കൂടെ ഒന്ന് മാറി ചിന്തിക്കണം. ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് വെറുതെ ആയിരിക്കില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എനിക്കത് വെറുതെ ആയിട്ടില്ല. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും അറിയാത്ത ഒരാളായതുകൊണ്ട് എനിക്കത് എൻ്റയർലി ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റിന് അത്രയും വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ശരിക്കും സാർ പറഞ്ഞു ഓൺലൈനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഞാൻ ഒരുപാട് പഠിച്ചു, ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അവിടെ തന്നെ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യാം, അത് നമുക്കൊരു സന്തോഷമാണ്. ഹസ്ബൻഡും ഓക്കെ പറഞ്ഞു, അങ്ങനെ വന്നതാണ്.